കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയെടുത്തുള്ള എല്ലാ മക്കളെയും എൽത്താരയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫീച്ചേഴ്സ് ഓഫ് മരിയൻ കവനൻറ്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ദ ഫീച്ചേഴ്സ് ഓഫ് മരിയൻ കവനൻറ്റ്, അതായത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഈശോയുമായി ചെയ്യുന്ന ഉടമ്പടിയുടെ അതിൻ്റെ പരിണതഫലങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ്, വ്യത്യസ്തമായ അതിൻ്റെ രൂപങ്ങൾ. അതിലൊന്ന് നമുക്കറിയാം, ടൈം ഷോർട്ടനിങ് ആണ്. 3-4 തരത്തിലുള്ള ഫീച്ചേഴ്സാണ് മരിയൻ കവനൻറ്റിലുള്ളത്. വൈ വി പ്രിഫർ ദ മരിയൻ കവനൻറ്റ്? നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ക്രൈസിസ് ടൈമിൽ എന്തുകൊണ്ട് നമ്മൾ മരിയൻ കവനൻറ്റ് പ്രിഫർ ചെയ്യുന്നു? അതിൻ്റെ ഒരു കാരണം, ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഒന്ന്, ഇത് മറ്റ് പ്രാർത്ഥനകൾക്ക് ഇല്ലാത്ത വിധത്തിലുള്ള ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും നല്ല സാക്ഷ്യം അലക്സ് ജോസഫിൻ്റെയും ധന്യയുടെയും സാക്ഷ്യമാണ്. അലക്സ് ജോസഫിൻ്റെ ധന്യയുടെ സാക്ഷ്യം, ആ കുട്ടിക്ക് മൈലോ ലുക്കീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവർക്ക്, കൊച്ചിന് 4 വയസ്സേ ഉള്ളൂ,
പക്ഷേ കുട്ടിക്ക് വന്നിരിക്കുന്ന രക്താർബുദം എന്ന് പറയുന്നത് ഒരു പ്രായമായവർക്ക് വരുന്ന രക്താർബുദമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിക്കവറി റേറ്റ് ഒരു 50% ഉള്ളൂ. 50% മാത്രമേ അത് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുള്ളൂ. അപ്പോഴിങ്ങനെ വളരെ തുള്ളിക്കളിച്ച് നടന്ന കുഞ്ഞിനെ ഇവർ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഈ അമ്മ വല്ലാണ്ടാകും ശരിക്കും. ഫസ്റ്റ് നമ്മൾ പെട്ടെന്നല്ലേ നമ്മുടെ മനസ്സിൻ്റെ വികാരമണ്ഡലത്തിൽ പെട്ടെന്നൊരു ലിഫ്റ്റിംഗ് വരികയല്ലേ, എന്ന് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിലേക്ക് വരും. ഇത് അവരതിനോട് പ്രതികരിക്കുന്നത് ഡോക്ടർ പറയണത് 50% സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് പറയണത്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് പറഞ്ഞിട്ട് അവരുടനെ പറയും ദൈവം എനിക്കത് മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ല. അത് നമ്മൾ വി ആർ സെർച്ചിങ് ആഫ്റ്റർ എ കവൻ്റ് എക്സ്പീരിയൻസ്. നമ്മൾ എന്താണ് ഉടമ്പടി ധ്യാനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ആധ്യാത്മികമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ വചന പരിപരിശം നോക്കുന്നത്. വചനത്തിൻ്റെ എവിടെയാണ് ആ വചനം, ഏത് വചനം അനുസരിച്ചാണ് അവർക്ക് ആ പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് നോക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധാപൂർവം പോകേണ്ട കാര്യങ്ങളാണ്. കാര്യം അവർ ആദ്യമേ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും എൻജിനീയേഴ്സാണ്, അവർ എഡ്യൂക്കേറ്റഡാണ് ശരിക്കും. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കവനൻ്റ് എടുക്കുമ്പോൾ ആ കവനൻ്റ് വയസ്സിൽ വളരെ ബുദ്ധിപൂർവമാണ് അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ നമുക്ക് ബുദ്ധിപൂർവം നിക്ഷേപിക്കേണ്ട, വിശ്വാസം നിക്ഷേപിക്കേണ്ട ഒരിടമാണിത്. വൈകാരികമായിട്ടല്ലെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? നമ്മൾ മറ്റൊരു വേറെ ഏതെങ്കിലും പ്രാർത്ഥനാ രൂപം ആകുമ്പോൾ അതിനകത്ത് കുറച്ച് വൈകാരിക അംശങ്ങളുണ്ട്. ഉടമ്പടിയിൽ ഒരു വൈകാരിക അംശമില്ല, എല്ലാം ഇൻ്റലക്ച്വലായിട്ടുള്ള അംശങ്ങളാണ് ഉള്ളത്. ഒരു പക്ഷേ നമുക്കറിയാം ഇന്ന് സഭ കടന്നു പോകുന്ന ഈ പോസ്റ്റ് കോവിഡ് ഇറ, കോവിഡിന് ശേഷമുള്ള മനുഷ്യരാശിയുടെ സങ്കീർണമായ സങ്കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ എന്തുമാത്രം പെട്ടെന്ന് മനുഷ്യന് ലഭ്യമാകുമോ എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ധ്യാനത്തിലും എൻ്റെ സ്വകാര്യമായ പ്രാർത്ഥനയിലും കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടിരിക്കണത്. കാര്യം ജനം ഇങ്ങനെ വല്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളാണ്. നമ്മളൊരിക്കലും നേരത്തെ കണ്ട പരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളാണ്. എഡ്യൂക്കേഷനായാലും ജോലിയായാലും രോഗമായാലും എല്ലാം പുതിയ ജീവിത മനുഷ്യരാശി ഇതൊക്കെ മുമ്പ് ഒരിക്കലും കാണാത്ത വഴികളിലൂടെയാണ് പോണത്. ഈ കാണാത്ത വഴികളിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യാശ, ചിലപ്പോൾ ദൈവം തന്നെയായിരിക്കും നമ്മളെ നടത്തുന്നത്. നീ അറിയാത്ത വഴികളിലൂടെ, ഒരു പുതിയ വഴികളിലൂടെ ഞാൻ നിന്നെ നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികതയും ഇപ്പോൾ ഒരു പുതിയ വഴികളിലൂടെ പോയിട്ട്. റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ജോഷുവ 3:4. ജോഷുവയുടെ പുസ്തകം 3-4 വാക്യം. ഈ വഴിയിലൂടെ പറഞ്ഞ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ദിസ് ഇസ് ദ തിങ്. അതായത് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ഇറയാണ്. കോവിഡിന് ശേഷമുള്ള ഒരു ലോകം, കോവിഡിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകം. സാമ്പത്തിക മേഖലയിൽ നമ്മൾ ശരിക്കും തകർന്നിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോൺ ബേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാടക കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം കട പൂട്ടിപ്പോയി, വാടക കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല, ഗവൺമെൻറ്റാണ് സഹായിക്കണമില്ല. നമ്മൾ പിന്നെ എന്താണ്, നമ്മൾ അറിയാത്തൊരു വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വഴിയിലൂടെ നീ ഇതൊക്കൊന്നും ഒരിക്കലും പോയിട്ടില്ല
എൻ്റെ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കുക. നെഞ്ചത്ത് കൈവച്ച്, കർത്താവേ, നിന്റെ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ വിശ്വസിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഓർക്കുക, ആരാധന കൂടുമ്പോൾ നമ്മൾ ആരാധനയിലൂടെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രകരണങ്ങളെയും വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും ഇട്ടിച്ചിരുത്തി പ്രഖ്യാപിക്കണം. അപ്പോഴാണ് ദൈവശക്തി. നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ ഒരു ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനമാണ്. വിശ്വാസം ഒരു പ്രാർത്ഥനയല്ല. പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായത് 7 എന്ന് പറഞ്ഞവർ അല്ലേ, അത് ഫണ്ടമെൻ്റൽ പ്രെയറാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് കൃപയും ഒന്നിൽ നിന്ന് ബ്ലെസ്സിങ്സുമാണ് കിട്ടുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ. അതൊരു പ്രഖ്യാപനമാണ്. പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ഇറ്റ് ഇസ് നോട്ട് എ പ്രെയർ. വിശ്വാസ പ്രമാണം ഒരു പ്രെയർ അല്ല. അതിൻ്റെ കണ്ടൻറ്റ് വൈസ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വി ബിലീവ് ഇൻ വൺ ഗോഡ്, ദ ഫാദർ ഓൾമൈറ്റി, ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. അതായത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഐ ബിലീവ് വിത്ത് മൈ ഓൾ കപ്പാസിറ്റി എന്ന് നമ്മൾ പൂർണ്ണമായ മനസ്സോടുകൂടി ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രസവം നമുക്കുള്ളൂ. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എപ്പോഴും ഇപ്പം ചിലരൊക്കെ പറയത്തില്ല, ഞങ്ങൾ ഇപ്പോൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ആ രീതി വരുന്നുണ്ട്. ഉപ്പ് കൊണ്ടുപോയിട്ട് ആരും ചവിട്ടാത്ത ഇടങ്ങളിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടു എന്ന്. വിശ്വാസ പ്രമാണം ചൊല്ലുകയല്ല ശരിക്കും, ചൊല്ലുമ്പോൾ അത് നമ്മൾ പ്രാർത്ഥനയായിട്ടാണ് വരണത്. ദാറ്റ് നിങ്ങളത് പ്രാർത്ഥനയായിട്ട് കാണുന്നു. ഇറ്റ്സ് നോട്ട് എ പ്രെയർ. വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ദാറ്റ് മീൻസ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചിട്ട് എന്താണ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു. അതാണ് വിഷയം. അധരം കൊണ്ട് ഏറ്റുപറയുന്നത് ഒരു പ്രഖ്യാപനമാണ്. അത് വിശ്വാസ പ്രമാണമാകുമ്പോൾ പ്രഖ്യാപനമാകും. സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയാകുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് വരും. രണ്ട് ഇഫക്റ്റാണ്. വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസ പ്രമാണത്തിൽ നിന്നാണ് നമ്മളിതിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്യണത് പവർ ഓഫ് ഗോഡാണ്. അപ്പം നിങ്ങൾ ബലഹീനമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസ പ്രമാണമാണ്. മനസ്സിലായില്ലേ? വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ ഇരുട്ടിലൂടെ പോകുന്നു, ഒറ്റയ്ക്ക് പോകുന്നു, നിങ്ങളെപ്പോഴും അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നത്. കാര്യം എല്ലാ പവർ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കുന്നവൻ്റെ ബൃഹത്തായ ഫോമാണ് വിശ്വാസ പ്രമാണം. ഇത് പ്രഖ്യാപിക്കുന്ന വി വിൽ ബി എംപവേർഡ്.
നമ്മൾ ഉടനെ ശക്തി ധരിക്കുകയാണ് ചെയ്യണത്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, വിശ്വാസ പ്രമാണത്തിലുള്ള ആന്തരിക വിശ്വാസം വെളിപാട് സത്യങ്ങളെ വിശ്വസിക്കാനുള്ള അർത്ഥമറിഞ്ഞ് പ്രഖ്യാപിക്കാനുള്ള അരൂപിയാൽ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വിശ്വാസ പ്രമാണം പ്രഖ്യാപനമാണ്. അതിലൂടെ നമുക്ക് കൃപയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്, കൃപയാണ് നമ്മൾ ആർജിക്കുന്നത്. കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ബലഹീനമായ സാഹചര്യങ്ങളാണ് കൃപ ടാപ്പാകുന്നത്. മനസ്സിലായില്ലേ? അതാണ് വിശ്വാസ പ്രമാണം പ്രയാസമുള്ള സമയത്ത് ചെല്ലണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താണ് കാര്യം? 2 Corinthians 12:9 ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് അതിൻ്റെ അടുത്ത വചനമാണ്. അപ്പോൾ ബലഹീനനാകുന്ന സാഹചര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലം അങ്ങ് പോണ സാഹചര്യങ്ങളുണ്ട്, ഇല്ലേ? ബലം പോകുന്ന സാഹചര്യങ്ങളില്ലേ? ഇപ്പം ജപ്തി നടപടി, പെട്ടെന്ന് ഒരു ജപ്തി നടപടി വന്നെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായെന്ന് വിചാരിച്ചു, പെട്ടെന്ന് നിങ്ങൾ ബലഹീനമായി പോകും. പക്ഷേ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് വിശ്വാസ പ്രമാണം വരണം. ശരിയാ, ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഇപ്പം നിങ്ങളുടെ കുഞ്ഞിന് സിക്കാണ്, ഇപ്പോൾ കണ്ട കുഞ്ഞിന് സിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ 10,000 മനുഷ്യരുടെ മനസ്സിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിടക്കുകയാണ്. അതുകൊണ്ട് ഐസിയുവിലും വെന്റിലേറ്ററിലും ഒക്കെ ഇരുന്നതിൻ്റെ അതിൻ്റെ അരികിൽ ഇരുന്നുകൊണ്ടൊക്കെ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണ മനുഷ്യരുടെ അനുഭവങ്ങൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഒന്നൊക്കെ കേൾക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗം തന്നെയായിട്ടാണ് അതിനെ ഊട്ടി ഉറപ്പിക്കേണ്ട രീതിയിലാണ് വിശ്വാസ പ്രമാണം തിരിച്ച് അതിൻ്റെ കൂടെ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം കാൽക്കുലേറ്റഡ് പ്രേയേഴ്സാണ് എല്ലാം വരണത്. അല്ല, എന്തെങ്കിലും ഒരു പ്രാർത്ഥന 100,000 പ്രാർത്ഥന വീട്ടിലുള്ളപ്പോൾ, പുസ്തകങ്ങളുള്ളപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രാർത്ഥന അങ്ങനെയല്ല. പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓരോ സമയത്തും ഓരോ വിഷയത്തിനും എന്താണ് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞവരും ചെല്ലുന്നു. അതെന്താണ്? അത് ശക്തിയേക്കാളുപരി ബ്ലെസ്സിങ്സാണ് നമുക്ക് തരണത്. കൺസലേഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്, ബ്ലെസ്സിങ്സിൻ്റെ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും. ഈ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറയാതിരിക്കണം നല്ലത്. എന്തെല്ലാമാണ് അതിൽ നിന്ന് കിട്ടണമെന്ന് നമുക്ക് ഒരു പിടിയില്ല. കാര്യം മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്രലോഭനമല്ലേ? പ്രലോഭനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ജഡികമായ എന്തെങ്കിലും സംഭവമാണെന്ന്. അല്ലല്ലോ. പ്രലോഭനം സാമ്പത്തികമാകാം, പ്രലോഭനം അധികാരമാകാം, പ്രലോഭനം സ്ഥാനങ്ങൾക്കാകാം, പ്രലോഭനം എന്തിനെക്കുറിച്ചുമാകാം. നമുക്ക് നല്ലത് നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, തോന്നിപ്പിക്കുന്ന നമുക്ക് നല്ലത് നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും പ്രലോഭനമാണ്. പക്ഷേ പല ആൾക്കാരും ക്ലേശങ്ങളും പീഡകളും അനുഭവിക്കുന്നത് അവരകപ്പെട്ടു പോയ ഈ പ്രലോഭനത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഓരോ സാഹചര്യത്തിൽ ചാടണതേ. ഇപ്പം നോട്ടൊരട്ടിപ്പിക്കുന്ന വിഷയമായാലും ശരി, ഇപ്പം നമുക്ക് ദൈവത്തെ അങ്ങോട്ട് സൈലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് പിന്നെ വരുന്നത്. കാര്യം ദൈവത്തെ നമുക്ക് ഓപ്ഷനാണല്ല. ദൈവത്തെ ആശ്രയിക്കുക അല്ലെങ്കിൽ ലോകത്തെ ആശ്രയിക്കുക എന്നുള്ള ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഈ ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ദൈവത്തെ അങ്ങ് സൈലൻസ് ചെയ്യും.
കാര്യം ദൈവമായിട്ട് മുന്നോട്ട് പോയാൽ എല്ലായിടത്തും കൂടി പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് കളയും. അപ്പോൾ പിന്നെ അവർ കള്ളക്കണക്ക് എഴുതുക, തോന്നിവാസം എഴുതുകയൊക്കെ ചെയ്യും. ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അവർ വളയമില്ലാതെ ഒത്തിരി ചാട്ടങ്ങൾ ചാടും. ഈ വളയമില്ലാതെ ചാടുമ്പോൾ ആദ്യത്തെ സെക്ഷനിലൊക്കെ എല്ലാം ഭയങ്കര വിജയമാണ്. സെക്കൻഡ് സെക്ഷനിൽ തളരുമ്പോൾ താങ്ങാൻ അതിൻ്റെ അകത്ത് പ്രൊവിഷൻ ഇല്ല. അവിടെയാണ് പ്രശ്നം വന്നത്. വിശ്വാസ ജീവിതവും അവിശ്വാസ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. വിശ്വാസ ജീവിതത്തെ തളർന്നാൽ താങ്ങാൻ ആളുണ്ട്. കാര്യം അതിൻ്റെ അത് പ്രോമിസാണ്, വാഗ്ദാനമാണ്. അവിശ്വാസ ജീവിതത്തെ താങ്ങാൻ ആളില്ല. ഇപ്പം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ ഇപ്പോൾ കോൺട്രസെപ്ഷൻസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും അതായത് കർത്താവിൻ്റെ വചനത്തിന് നിരക്കാത്ത രീതിയിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഔന്നത്യത്തിന് വേണ്ടിയോ ആൾക്കാരുടെ മുമ്പിൽ വലിയ പുള്ളിയാകാൻ വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ നട്ടനടപ്പനുസരിച്ച് കെട്ടിമേച്ചലുകളൊക്കെ എടുത്താലും അപ്പോൾ നിനക്ക് വഴിവിട്ട് പോകുകയോ കിമ്പളങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള സമ്പത്ത് അവർക്ക് കൊടുക്കാതിരിക്കുകയും അവരുടെ അല്ലെങ്കിൽ ശേഷിയും കാണിച്ചുകൊണ്ട് മിസ പിരിച്ച് അവരെ അടക്കി ഒതുക്കി നിർത്തിയിട്ട് അവരുടെ വസ്തുവകൾ നീ ഉപയോഗിക്കുകയോ. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിയ നിനക്ക് എങ്ങനെയും പോകാം. അതാണ് അവിശ്വാസ ജീവിതം എന്ന് പറയണത്. ഈ അവിശ്വാസ ജീവിതത്തിൻ്റെ അകത്തുള്ള പ്രശ്നം തളർന്നാൽ താങ്ങാൻ പ്രൊവിഷനില്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ആ ലൈഫിങ്. അതുകൊണ്ടാണ് ലീഡേഴ്സ് നോട്ട് ടു ടെംസ് നോട്ട് അതായത് ഡു നോട്ട് ബ്രിങ് അസ് ടു ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ എന്താണ് പറയുന്നത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തളർന്നു പോയാൽ ആദ്യത്തിലേക്ക് വെച്ചടി കയറ്റമാണ് സാധനം ശരിയാണ്. പക്ഷേ എവിടെയെങ്കിലും പോയി കാലൊതിച്ചു പോയാൽ താഴെ നമ്മൾ ഈ സർക്കസ് കാണിക്കുമ്പോൾ താഴെ വല കെട്ടത്തില്ലേ? അവിശ്വാസ ജീവിതത്തിന് വല കെട്ടാൻ ആരുമില്ല, നടുവ് പോയത് തന്നെ. അതാണ് വിഷയം. വിശ്വാസ ജീവിതത്തിൽ വല കെട്ടാൻ ആളുണ്ട്, താഴെ താങ്ങും. നീ തളർന്നാൽ നിന്നെ താങ്ങും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ആരാധിച്ചിടാം. കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ആരാധിച്ചിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെക്കാവുന്നതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഉദരരോഗികൾ ഉദര സ്ഥലത്ത് കൈവെക്കുക. PCOD പിസ്റ്റിലുള്ളവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. മക്കളില്ലാത്തവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കുക. ശ്വാസകോശ രോഗികളെ ശ്വാസകോശ കൈവെക്കുക. ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് കൈവെക്കുക. കരൾ രോഗികളും അതുപോലെ തന്നെ നെഞ്ചും കൂടിൻ്റെ താഴെ കൈവെക്കുക. അൾസർ രോഗികളെ ഊടിൽ കൈവെക്കുക, പൊക്കിൽ കൈവെക്കുക. മറ്റൊരു പലവിധ രോഗങ്ങളുള്ളവർ സ്വന്തം ശിരസ്സിൽ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൈവെക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ആദ്യം ശക്തമായ രീതിയിൽ ഇടിമുഴക്കം പോലെ വിശ്വാസ പ്രമാണം ചെല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കർത്താവ്, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, മഹോരോഗപ്പെടുത്തവനെ, തവാരോഗപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാൾ സ്തുതി പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ മാരക രോഗങ്ങളെ, തീരാവ്യാധികളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയെടുത്ത എല്ലാ രോഗികളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പ്രത്യേകമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ഇപ്പോഴ് ആശീർവാദം. മൗനമായിട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കിയ വിഷയങ്ങൾ, ഉടമ്പടിയിൽ ഇതുവരെ നടക്കാത്ത വിഷയങ്ങളെല്ലാം നമുക്കൊരു നിമിഷം ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിക്കാം. എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ വേണ്ട വിഷയങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ നിമിഷം ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഷാലോൺ TV-യിലൂടെ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, അവരുടെ ജീവിത ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അൾത്താരയിൽ, ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ആ മക്കളെ നീ കൃപയാൽ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ജീവിത ദുരിതങ്ങൾ, നിങ്ങളിപ്പോൾ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആശീർവാദത്തിന് മുമ്പ് നമുക്ക് ഇറക്കി വയ്ക്കാം. മൗനമായിട്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആശീർവാദം. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും